ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ചെയ്തു. വെൽക്കം ടു മൈ ലോറിക് ആപ്പ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഫാമിങ്ങിനാണ് വേൾഡ് സീസൺ 2 ഫസ്റ്റത്തെ എപ്പിസോഡ്. അപ്പോൾ ഇങ്ങനെ കാണല്ലേ, കഥയുടെ തുടക്കത്തിൽ ഈ കഥയിലെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇവളാണ് ലാസ്റ്റ് മൂൺ ഡ്രാഗൺ കിങ്ഡമിലെ അവിടുത്തെ രാജാവിൻ്റെ മകളാണ് ഇവള്. തൊട്ടപ്പുറത്തിരിക്കുന്നത് ഡോട്ടർ ഓഫ് ഗോട്ട് എന്ന് പറയുന്ന ഒരു നോബിൾ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയാണ്. മറ്റൊരിടത്ത് നമ്മുടെ സ്പൈഡർ ബേബിനെയും കാണിക്കുന്നുണ്ട്. കൂടാതെ മുന്നത്തേക്കാളും അവരുടെ ഗ്രാമം വളരെയധികം ഡെവലപ്പ് ആയിട്ടുണ്ട്. കൂടാതെ ഇവിടെ ഒരു ബീസ്റ്റുകളിനെ കാണിക്കുന്നു. അവളാണെങ്കിൽ നാണത്തോടെ ഞാനാണ് സെന. ഇവിടെയുള്ള എല്ലാം ടൊമാറ്റോസ് ആണ്. ഇവിടെയാണെങ്കിൽ ഹൈൽസ് എല്ലാം നെല്ലും കൊയ്ത് സെറ്റായിരിക്കുന്നു. മറ്റൊരിടത്ത് നമ്മുടെ ആശാൻ വെള്ളമടിച്ച് കറങ്ങി കറങ്ങി നടക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അവരും അവിടെയുള്ളതാണ്. അത് കഴിഞ്ഞ് ഡാർക്ക് എൽഫിലാണ് കാണിക്കുന്നത്. ഞാനാണ് ഇവിടെയുള്ള എല്ലാവർക്കും വീട് നിർമ്മാണത്തിൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മറ്റു സ്ഥലത്ത് പിള്ളേരാണെങ്കിൽ നന്നായി കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഓരോരോ ജോലികളും ഓരോരോ വ്യക്തികൾക്കായി ആ വില്ലേജിൽ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് നമ്മുടെ ഈ വൈഫിന്റെ അനിയത്തിയാണ്. ഇതെല്ലാം നമുക്ക് വേണ്ടി വന്നത്. ഹേയ്, എല്ലാവരും ഈ ക്യാമറയ്ക്ക് നോക്കിയേ, ഇതെന്റെ ഫെമിലിയറാണ്, പേര് സോറ. ഹേയ് ഹീറോ, പെട്ടെന്ന് ഹീറോ നോക്കിയിരുന്നു. ഹീറോനെ നോക്കിക്കൊണ്ട് നിന്റെ ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ പറയുമ്പോൾ ഹീറോ ആണെങ്കിൽ ടക്കെടുത്ത് പെരുങ്ങുന്നു. എന്ത് ഞാനാണ് ഈ വില്ലേജിന്റെ മേയർ ഹിറാക്കു. നിങ്ങളെല്ലാവരെയും ഞാൻ ഈ വില്ലേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതാണ് ദ ഗ്രേറ്റ് ട്രീ വില്ലേജ് എന്നത് ഹീറോ പറഞ്ഞോടെ സീസൺ 2 ഇവിടെ നിന്നും ആരംഭിക്കുകയാണ്. ഇപ്പോൾ ഹീറോ സീസൺ 1 കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഞാനിവിടെ ഫാമിംഗ് ചെയ്ത് അടിപൊളിയായിട്ട് ജീവിക്കുന്ന കാരണം ഞാൻ മറ്റൊരു ലോകത്തു നിന്നും ഇവിടെ വന്നതാണ്. അതിന് കാരണം ഒരു ദൈവമാണ്. ആളെനിക്ക് ഫാമിങ്ങിന് വേണ്ടിയുള്ള ബ്ലെസ്സിങ് തന്നു. ഈ സ്കില്ല് വെച്ച് ഞാൻ ഈ ലോകത്ത് എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു. അതിലൂടെയാണ് ഇവരെല്ലാവരും എൻ്റെ ഒപ്പം വന്നത്. അങ്ങനെ ഓരോരുത്തരായും എൻ്റെ ജീവിതത്തേക്ക് കടന്നു വന്നു. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചിരുന്ന ഈ വില്ലേജിൽ ഇപ്പോൾ ഒരു കൂട്ടം ആളുകളുണ്ട്. കൂടാതെ ഞാനാണ് ഈ ഗ്രേറ്റ് ട്രീ വില്ലേജിന്റെ മേയർ. ഇത് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചാണ് ബിൽഡ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ ഈ വില്ലേജ് ഭയങ്കര ചെറുതായ പോലെയാണ് തോന്നുന്നത്. കാരണം ഇവിടേക്ക് വരുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലായിക്കൊണ്ടിരിക്കുന്നു. സാധാരണ പോലെ തന്നെ എല്ലാവരും അവരവരുടെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ബീസ്റ്റ് ടീംസ് ഒക്കെ പോയിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ട് വരും. മെയ്ഡൊക്കെ ആണെങ്കിൽ അവിടെ ഫുഡ് തന്നെ. ഏയ്, എത്ര പേരിപ്പോൾ നമ്മുടെ വില്ലേജിലുണ്ട്? അത് ഏകദേശം ഒരു 100ന് മുകളിലുണ്ടാവും. ഇത് കേട്ട ഹീറോ ആണെങ്കിൽ ഇപ്പൊ തന്നെ ഇത്രയും ആളുകളുണ്ട്. പുതിയ ആളുകൾ വന്നാൽ നമ്മുടെ വില്ലേജിൽ സ്ഥലം ഉണ്ടാവില്ല. നമുക്ക് വീണ്ടും മറ്റൊരു വില്ലേജ് ഉണ്ടാക്കേണ്ടി വരും. ഇത് കേട്ട ഹീറോയിന്റെ വൈഫാണെങ്കിൽ അങ്ങനെയെങ്കിൽ നമുക്ക് പുതിയൊരു വില്ലേജ് ഉണ്ടായിക്കൂടെ? അങ്ങ് ആ ഒരു വില്ലേജിൽ പുതുതായിട്ട് വരുന്നവരെ അവിടെ അക്കോമഡേഷൻ ചെയ്യാം. അത് നല്ല ഐഡിയല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ പോയി പുതിയ സ്ഥലം കണ്ടുപിടിച്ചിട്ട് വന്നല്ലോ എന്ന് ഹൈ എൽഫ് ചോദിക്കുന്നു. ഇത് കേട്ട ഹീറോ ആണെങ്കിൽ ഇതൊക്കെ ശരിയാണല്ലോ. പുതിയതായി വരുന്ന എല്ലാവരെയും ഇവിടെ താമസിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് പുതിയ വില്ലേജിന്റെ ഓരോരോ കാര്യങ്ങളും ഓരോരുത്തർക്കായി കൊടുക്കാം. അവര് നന്നായി തന്നെ അത് ചെയ്തു തീർക്കും. ഹീറോ ആണെങ്കിൽ തന്റെ സ്വപ്നത്തിൽ ഓരോരോ ജോലികൾ ഓരോരുത്തർക്ക് കൊടുത്താൽ എങ്ങനെയായിരിക്കും ആ വില്ലേജ് പണിത് തീരായെന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഹീറോ തന്റെ ബ്രേക്ക്ഫാസ്റ്റ് തുറന്നു നോക്കിയോളൂ. അതിലെന്തോണ്ട്? എന്താണ് ഇത്, സ്പെഷ്യലാണോ? അപ്പോൾ തൊട്ടടിക്കുന്ന മെയ്ഡാണെങ്കിൽ അതെ, ഇത് സ്പെഷ്യലാണ്. ഓ, അങ്ങനെയാണെങ്കിൽ ആ ഏഞ്ചൽസിനെല്ലാം ഇങ്ങനെ തന്നെ ഫുഡ് കൊടുത്തേക്ക്. ഓക്കേ. അതിനുശേഷം വില്ലേജിൽ ഹാൾ നോക്കുമ്പോൾ അവിടെയാണെങ്കിൽ ഈ വില്ലേജിലേക്ക് വരുന്ന എല്ലാവരുടെയും പേപ്പർ വർക്ക്സ് ഒക്കെ ചെയ്യാൻ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അവരാണെങ്കിൽ എന്താടാ ഇത്, തീരുമ്പോ പണി തന്നുകൊണ്ടിരിക്കുകയല്ലോ, ഇത് എപ്പോഴാണ് കഴിയുക? ഇത് കണ്ട ഹീറോ ആണെങ്കിൽ അവൾക്കും ലഞ്ച് എടുത്തുകൊണ്ട് പോകുന്നു. പാവങ്ങൾ. എന്നാലും കൂടെ ഇവരെയൊക്കെ ഉള്ളതുകൊണ്ട് അവർ കുറച്ച് ഫ്രീ ആകുന്നുണ്ട്. എന്നാലും അവരവരുടെ സ്ഥിരം പരിപാടി കാണിച്ചു. ആളെന്ന് വെച്ചാൽ ചെറുതായിട്ട് തുമ്മുന്ന രീതിയിലായിരുന്നു. ഒരൊറ്റ തുമ്മൽ അവിടെയുള്ള എല്ലാ പേപ്പറും കത്തിക്കരിഞ്ഞു പോയി. അയ്യോ, എൻ്റെ എല്ലാം ചെയ്യിക്കണം, ഞാൻ ഇപ്പൊ തന്നെ ക്ലീൻ ആക്കി തരാം. ഇത് കണ്ട ഇവരാണെങ്കിൽ ഡേയ്, എന്തുവന്നാറാ, ഞങ്ങളുടെ ജീവന് ഒരു ഗ്യാരണ്ടി ഇല്ല ഇവിടെ. ഇത് കണ്ട ഹീറോ പേടിക്കണ്ട, നിങ്ങൾ എല്ലാവർക്കും ഞാൻ ഹെൽപ്പ് ചെയ്തു തരാം. അതേസമയം അവിടേക്ക് മറ്റൊരു പെൺകുട്ടി വരുന്നു. നിങ്ങളാരും പേടിക്കണ്ട, ഡെമോണിക് കിങ്ഡമിൽ നിന്നും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാർ വന്നിട്ടുണ്ട്. നോക്കിയാൽ ഇവളവളുടെ ഫ്രണ്ട്സിനെയാണ് ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതെല്ലാം കണ്ട പുതിയ വന്ന ടീംസ് ആണെങ്കിൽ ഇവരൊപ്പം ജീവിച്ചാൽ നമ്മുടെ ലൈഫിന് വല്ല ഗ്യാരണ്ടി ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് അവരിക്കുന്നത്. പക്ഷെ അവരുടെ നോളജിനും ആ ഒരു എക്സ്പീരിയൻസിനും എല്ലാ ജോലികളും വളരെ വേഗത്തിൽ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഉള്ള ക്ലർക്കിന്റെ ടീംസിന്റെ ഒപ്പം ഈ പുതിയ വന്നവരും ചേർന്നതുകൊണ്ട് ഒരു ക്ലർക്ക് ടീം തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അവരാണെങ്കിൽ അവിടെയുള്ള മോൺസ്റ്റേഴ്സിനെ കണ്ടിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ സ്പൈഡറിനെയും പുൾഫിനെയും കണ്ടിട്ടാണ് മയങ്ങി വീഴുന്നത്. എന്തുവാടാ ഇവിടെ നടക്കുന്നത്? അതേസമയം അവിടേക്ക് ആ ഏഞ്ചലിൽ ഒരാൾ വരുന്നു. മേയർ, നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ ചെക്ക് ചെയ്തിടത്തോളം ഇവിടെയൊന്നും യാതൊരു മോൺസ്റ്റേഴ്സും ഇതുവരെ വന്നിട്ടില്ല. ഇതേ സമയം അവിടേക്ക് ഹൈ എൽഫിന്റെ ലീഡർ ഉണ്ട്. മേയർ, നിങ്ങൾ പേടിക്കണ്ട,
ഞാൻ പുതിയ വില്ലേജ് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലം കണ്ടുപിടിക്കാൻ ആൾക്കാരെ വിട്ടിട്ടുണ്ട്. ഒരു പറ്റിയ സ്ഥലം കിട്ടിയാൽ നമുക്ക് അവിടെ തന്നെ പണി തുടങ്ങാം. അതെ, അങ്ങനെ കണ്ടുപിടിക്കാനായി നന്നായിരിക്കും. മേയർ, ഞങ്ങൾ പുതിയൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മുടെ റിവറിൽ അവിടെ നിന്ന് താഴോട്ട് പോകുമ്പോൾ താഴോട്ടോ അതെ താഴോട്ട് കുറച്ച് പോയി കഴിഞ്ഞാൽ നല്ലൊരു സ്ഥലം ഞങ്ങളവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. റിവറിൻ്റെ അവിടെ. അതെ മേയർ, അന്നല്ലേ നമുക്ക് വെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടാവാണ്ടിരിക്കും. എന്തായാലും നമുക്ക് അവിടെ പോയി നോക്കാം. അവരെവിടേക്ക് വരുന്നത്? എൻ്റെ അമ്മോ, 2 മരം ഒരുമിച്ച് വളർന്നേക്കുന്നു. ഇത് കാണാൻ തന്നെ നല്ല രസമുണ്ട്. നമ്മളവിടെ ഒറ്റ മരം വലുതായിട്ടാണുള്ളത്. ഇവിടെയാണെങ്കിൽ 2 മരം ഒരുമിച്ച് നല്ല വലുപ്പത്തിലുണ്ട്. നല്ല സ്പോട്ട് തന്നെയാണ്. ഇവിടെ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ വില്ലേജിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ ഒരു റോഡാണ് ഉണ്ടാക്കുന്നത്. അതിനുശേഷം ഹീറോ എല്ലാവർക്കും അവരവരുടെ ജോലികൾ പിരിച്ചു കൊടുക്കുന്നു. ഇവിടെ ആ ലിസർഡ്മാനും ഹൈ എൽഫും ഒരു മരം വെട്ടാൻ വേണ്ടി പഠിച്ച പണി 18 നോക്കുന്നു. എന്നാൽ ഒരു മരം പോലും വെട്ടാൻ പറ്റുന്നില്ല. പവർ പോരെന്ന് തോന്നുന്നു. കുറച്ചുകൂടി പവർ എടുക്കുക. ഇതെല്ലാം കണ്ട ഹീറോ ആണെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് ആ ഫാമിംഗ് ടൂളിന് ഒരു കോടാലിരി മാറ്റുന്നു. പിന്നീട് അവിടെ നടന്നത് ഓരോ മരവും വാഴപ്പിണ്ടി വെട്ടുന്ന പോലെയാണ് ഹീറോ വെട്ടി നിരത്തിയത്. അതിനുശേഷം പുഴ കടക്കാൻ നോക്കിയപ്പോൾ ഒരു സാധാരണ പോലെ തന്നെ 2 കഷ്ണമായി വെട്ടി അവിടെ ഒരു ബ്രിഡ്ജായിട്ട് വെച്ചിരിക്കുന്നു. ഹീറോ ഇത് കണ്ടത്, എന്താ നിങ്ങൾ ഇങ്ങനെ ചെയ്തേക്കുന്നത്? ഇത് കേട്ട് ഇവരാണ്, എന്തിനാണ് വെറുതെ ആവശ്യമുണ്ട് ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയ? അപ്പുറത്തെ സൈഡിലുള്ള മോൺസ്റ്റേഴ്സ് എല്ലാം ഇങ്ങോട്ട് വന്നാ നമ്മളെന്ത് ചെയ്യും? ദിവസങ്ങൾ കടന്നു പോകുന്നതോറും ഹീറോ ആണെങ്കിൽ അവിടെ പുതിയൊരു വില്ലേജ് ഉണ്ടാക്കുന്നതിന് വേണ്ടി മരങ്ങളെല്ലാം വെട്ടി നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവർ ഓൾറെഡി കെട്ടിവെച്ച കനാലിൽ നിന്നും അവിടേക്ക് ഒരു വെള്ളത്തിന്റെ ഒരു കനാലും കൂടി ഉണ്ടാക്കി. അങ്ങനെ കുറച്ച് കാലഘട്ടത്തിനുള്ളിൽ തന്നെ എല്ലാ ജോലിയിലും അവർ പെർഫെക്റ്റ് ആയി തീർത്തിരിക്കുന്നു. ശേഷം ഹീറോ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള സ്പൈഡേഴ്സ് എല്ലാം ഹീറോനടുത്ത് നമസ്കാരം ചെയ്യുമ്പോൾ ഹീറോയിൽ പെട്ടെന്ന് തന്നെ അവർക്കൊരു സ്റ്റാച്ചു ഉണ്ടാക്കി കൊടുക്കുന്നു. ഇതിനുശേഷം ഈ വില്ലേജിന്റെ ചിഹ്നമായിട്ട് ഇവരാണുള്ളത്, സബുട്ടോൺ. ഇതേ സമയം ഹീറോയിന്റെ വൈഫ് അവിടേക്ക് വരുന്നു. നിങ്ങൾക്ക് കുറച്ചെങ്കിലും റെസ്റ്റ് എടുത്തോളാം. ബേബിക്ക് വേണ്ടി നിങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നെങ്കിലും കുറച്ചൊക്കെ റെസ്റ്റ് എടുക്കാം. ഇത് കേട്ട ഹീറോ ആണെങ്കിൽ ശരിയാ. അതിനുശേഷം ലിസാർഡ്സും ഹൈ എൽഫും കൂടി അവിടെയുള്ള പുതിയ വീടുകൾ ഓരോന്നായി കെട്ടാൻ തുടങ്ങി. ഹീറോ ആണെങ്കിൽ എല്ലാവരുടെ ഇൻസ്ട്രക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു, ഓരോ പീസും എവിടെയൊക്കെ വെക്കണമെന്ന്. ആദ്യ കാലഘട്ടത്തിൽ ഹീറോ ഇത് ഒറ്റയ്ക്കാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ എല്ലാവരും ഉള്ള കാരണം പെട്ടെന്ന് തന്നെയാണ് എല്ലാവർക്കും കംപ്ലീറ്റ് ആവുന്നത്. അവിടെയാണ് ഒരു ലിസൺമാൻ ഒരു ഹൈ എൽഫിൻ്റെ അടുത്ത് അവിടേക്കൊരു മഴക്കട്ട കൊണ്ടുവന്ന് ചോദിച്ചത് മാത്രമേ അവന് ഓർമ്മയുള്ളൂ. അവളുടെ പവർ വെച്ച് ഒറ്റ സെക്കൻഡ് അവനെയും കൂടിയും ചേർത്ത് ലോക്കാക്കി അവിടെ കൊണ്ടുവന്ന് വെച്ച്. അവനാണ്, ഏയ് നീ എന്നെ കൊല്ലാനാണോ നോക്കുന്നത്? അത് കഴിഞ്ഞ് ആ ഡാർക്ക് എൽഫെല്ലാം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുകളിലുള്ള ഒരു പലക വെച്ചത് അവളാണെങ്കിൽ ഒറ്റ വീക്ക് അവൾ പിടിക്കാത്ത രീതിയിൽ നേരെ വന്നത് നമ്മുടെ ലിസാർഡ്മാൻ്റെ മുമ്പിലേക്ക്. അവനാണെങ്കിൽ പേടിച്ചുകൊണ്ട് ഒരു ബോർഡ് വെച്ച് നോക്കിയും കണ്ട് പണിയെടുക്കുക. അതിനുശേഷം ഹീറോ എവിടേക്ക് വരുന്നു. അവൻ വന്ന് നോക്കുമ്പോൾ കുറച്ച് കാലഘട്ടത്തിനുള്ളിൽ തന്നെ എല്ലാവരും വീടൊക്കെ കെട്ടി സെറ്റാക്കി വെച്ചേക്കുന്നു. പെട്ടെന്ന് അവിടേക്ക് ഒരു ഏഞ്ചൽ വരുന്നു. മേയർ, ഒരു പ്രശ്നമുണ്ട്. അതെന്തെന്നാൽ ലോർഡ് ഡ്രാംപ്ടൺ നിങ്ങൾക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടേക്ക് വീണ്ടും കുറെ പേർ വരുന്നുണ്ടെന്ന്. പെട്ടെന്ന് നോക്കിയപ്പോൾ ആശാൻ അവിടെ വന്നിരിക്കുന്നു. സോറി മേയർ, പെട്ടെന്ന് വന്നിങ്ങനെ പേടിപ്പിച്ചതിന്. ശരി, നിങ്ങൾ വന്ന കാര്യം പറയും. ഇതാരും പറഞ്ഞില്ല ഇവിടെ. ഞാൻ എൻ്റെ മെസ്സഞ്ചറിനെ ഇങ്ങനെ വിട്ടതാണല്ലോ. ബെസ്റ്റ്. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്കാണ് കണ്ട് എങ്ങനെയോ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരാണ് മിനിറ്റോസ്. ഇവരെ ഇവിടേക്ക് കൊണ്ടുവരാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവർക്കും വീടില്ലാതെ അലഞ്ഞിരിഞ്ഞ് നടക്കാണ്. ഇത് കേട്ട ഹീറോ ആണെങ്കിൽ, മിനിറ്റോസോ? ഈ ഡഞ്ചനിലൊക്കെ സെക്യൂരിറ്റി പോലെ നിൽക്കുന്ന ടീംസ് അല്ലേ? അതിനുശേഷം അവരുടെ ഒരു ഗ്രൂപ്പിലെ ലീഡർ അവിടേക്ക് വരുന്നു. ഞാനാണ് ഗാർഡൻ. ഞാനാണ് ഈ വില്ലേജിലെ മേയർ. ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഹീറോ കണ്ടാൽ, എന്തുവാടാ തെങ്ങിൻ്റെ അത്ര ധൈര്യമുണ്ടല്ലോ ഇവന്മാരൊക്കെ. ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളുടെ ഗ്രാമമെല്ലാം നശിച്ചു പോയിരിക്കുന്നു. നിങ്ങൾ മനസ്സ് വെച്ച് ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ സൗകര്യമൊരുക്കാൻ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എന്തായാലും സഹായങ്ങൾ ഞങ്ങൾ തരും. ഇതൊക്കെ കേട്ട ഹീറോ ആണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല. ഹീറോ പെട്ടെന്ന് തന്നെ തൊട്ടടുത്ത മെയിൻ്റെ അടുത്ത്, നീ ആദ്യം ഇവർക്ക് വേണ്ട ഫുഡൊക്കെ റെഡിയാക്ക്. മൊത്തം എത്ര പേരുണ്ട്? ഏകദേശം ഒരു 72 പേരുണ്ട്. അയ്യോ, ഇത്രയും പേരുണ്ടോ? അതിനുശേഷം അവർക്ക് വേണ്ട ഫുഡ് കൊടുത്തുമ്പോൾ ഹീറോ ആലോചിക്കുന്നു, എന്താ ഇവരും ഈ ഭക്ഷണം തന്നെയാണോ കഴിക്കുന്നത്? അതേസമയം ആ ഹെഡ് മെയ്ഡ് അവിടേക്ക് വരുന്നു. മേയർ, ഞങ്ങളോട് ക്ഷമിക്കണം, ഈ സ്പീഷീസിൽപ്പെട്ട ആൾക്കാർ എന്താ കഴിക്കാന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ഏഞ്ചലും ഇത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അവിടെയുള്ള ലിസാർഡ് സ്പീഷീസിലുള്ള ഒരുത്തൻ അവിടെ വന്നിട്ട്, മേയർ നിങ്ങൾ പേടിക്കണ്ട, ഞാനും ഈ മിനോട്ടോട്ട് സ്പീഷീസിൻ്റെ ഒപ്പമാണ് ജീവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇവരുടെ എല്ലാ ഫുഡ് ഐറ്റംസും എനിക്കറിയാം. ഇത് കേട്ട ഹീറോ ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ എല്ലാ പ്രശ്നവും തീർന്നില്ലേ? അപ്പോൾ നമ്മുടെ ഏഞ്ചലാണെങ്കിൽ, ഇപ്പോഴാണ് പ്രശ്നം തുടങ്ങിയത്. എന്നാൽ അവരുടെ ഹൈറ്റിന് നമ്മൾ പണിത വീടൊന്നും ശരിയാവില്ല. അവർക്കവിടെ ഒരിക്കലും താമസിക്കാൻ പറ്റില്ല. ഇതൊക്കെ കണ്ട ഹീറോ ആണെങ്കിൽ നേരെ അവരെ അവരുടെ മാൻഷനിലേക്ക് കൊണ്ടുവന്നു. ഇവരെക്കുറിച്ച് ഞാൻ ഒരിക്കലും ആലോചിച്ചില്ല. ഇതൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ഞാൻ പുതിയ വില്ലേജ് വലുതാക്കി തന്നെ പണിതന്നെ. ഹീറോ ആണെങ്കിൽ ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല, പുതിയതായിട്ട് ആരെങ്കിലും വരാണെങ്കിൽ അവരെ അവിടെ താമസിക്കാം. അതേസമയം അവിടേക്ക് വേറെ ഓടിയിരുന്നു. മേയർ, നമ്മളവിടേക്ക്
വീണ്ടും കുറേ പേര് വന്നിട്ടുണ്ട്. അവരൊക്കെ എന്താ ചെയ്യുക? ഇത് കണ്ട ഹീറോ ആണെങ്കിൽ നിങ്ങളാദ്യം റെസ്റ്റ് എടുക്ക്. എന്നിട്ട് നമുക്ക് സംസാരിക്കാം. നോക്കിയാൽ ആളും കുറച്ച് പേരെ കൂട്ടി വന്നിട്ടുണ്ട്. ഓ, ഇത് കണ്ട ഹീറോ ആണെങ്കിൽ ഇവരാണോ ഹോഴ്സ്മാൻ? ഹീറോ ആണെങ്കിൽ അവരെ താഴെ മോളിൽ നോക്കി അതിലൊരുത്തി നീ എവിടേക്കാണോ നോക്കുന്നത്? ഇത് കേട്ട ഹീറോ ആണെങ്കിൽ അവർക്ക് ഇൻട്രൊഡക്ഷൻ കൊടുക്കും. ഞാനാണ് ഈ വില്ലേജിലെ മേയർ ഹിറാക്ക്. ഇത് കേട്ട ഹോഴ്സും അവരുടെ പേര് പറയും. കൂടാതെ ഞാനാണ് ഈ വിസ്കൗണ്ട് വീക്സ് സ്റ്റെയിനോ. ഈ പേര് കേട്ട ഹീറോ ആണെങ്കിൽ ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഹീറോ ഇങ്ങനെ നോക്കുന്നുണ്ട്. അവള് പിന്നെയും പിന്നെയും ചോദിച്ചോണ്ട് നീ എന്താ ഞങ്ങൾ ഇങ്ങനെ നോക്കുന്നത്? ഇതൊക്കെ കേട്ട ഹീറോയ്ക്ക് മനസ്സിലായി ഈ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ചെയ്താൽ ശരിയാവില്ലെന്ന്. അവൾക്കറിയില്ലല്ലോ ഹീറോ എത്രത്തോളം ഡേഞ്ചർ ആണെന്ന്. അതുകൊണ്ട് ഹീറോ വേറൊരാളെ കൊണ്ടുവരുന്നു. അതും ആ ക്ലർക്ക് ടീംസിലുള്ള ഒരു പെൺകുട്ടിയാണ്. അവളെ കണ്ടതും ഞാനാണ് ഇവിടെയുള്ള ക്ലർക്ക്. എൻ്റെ പേര് ലാറ്റസി. നിങ്ങൾ അത്രയധികം ക്ഷീണിച്ചെങ്കിൽ കുറച്ച് റെസ്റ്റ് എടുക്കാമല്ലോ. നീ ആരാ കൊച്ചേ? ഞാൻ ക്രോമിൽ നിന്ന് വന്ന നോബൽ ഫാമിലിയിലെ ഒരു അംഗമാണ്. ഇത് കേട്ടതും ആ പെണ്ണാണെങ്കിൽ നോർമലായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അവളോട് മാത്രം. അതിനുശേഷം ആ പെണ്ണ് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. നീ എനിക്ക് മര്യാദ തന്നില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ആ പോയ വ്യക്തിക്ക് എന്തായാലും നീ മര്യാദ കൊടുക്കണം. അപ്പോൾ ഇത് കേട്ടാ ഞാനെന്തിനാ അവനെ കൊടുക്കുന്നത്? ഞാൻ പറഞ്ഞു കേട്ടില്ലേ? എൻ്റെ പേര് ലോട്ടിയാസി ടോവ. കോട്ട് ടോവയുടെ മകളാണ് ഞാൻ. ഇത് കേട്ടതും ഹോഴ്സ്മാൻ ആണെങ്കിൽ പേടിയാൻ തുടങ്ങി. സത്യത്തിൽ നമ്മൾ അവരുടെ കണ്ട് എത്ര താഴെയാണ് എന്ന് പറഞ്ഞ് ഓരോരോന്നും ചിന്തിക്കാൻ തുടങ്ങി. ഇത് കഴിഞ്ഞാൽ നേരെ ഹീറോന്റെ അടുത്ത് പോയിട്ട് ക്ഷമ ചോദിക്കുന്നു. ഇതൊക്കെ കണ്ട ഹീറോ ആണെങ്കിൽ ഇതെന്താ ഇവിടെ ഇങ്ങനെ സംഭവിച്ചത്? ഇതിനുശേഷവും വീണ്ടും പ്രശ്നം വന്നു. എന്താന്ന് വെച്ചാൽ ഓൾറെഡി ഉണ്ടാക്കി വെച്ച വീടും ഇവർക്ക് പറ്റുന്നില്ല. അതിൻ്റെ ഉള്ളിൽ അവര് എങ്ങനെയൊക്കെയാണ് ജീവിക്കാൻ പോകുന്നത്? ഇതൊക്കെ കേട്ട ഹീറോയുടെ വൈഫാണെങ്കിൽ ഹേയ്, നിങ്ങൾക്കും മാജിക് ഉപയോഗിച്ച് നിങ്ങളുടെ സൈസ് കുറയ്ക്കാൻ പറ്റേ? ഞങ്ങളെപ്പോലെ ക്ഷമിക്കണം, ഞങ്ങൾക്ക് അങ്ങനെയുള്ള മാജിക് പവർ ഒന്നുമില്ല. അത് ശരി, നിങ്ങൾ എത്ര പേരുണ്ട്? ഞങ്ങൾ മൊത്തം ഒരു 100 പേരുണ്ടാവും, കുട്ടികളടക്കം. അപ്പോൾ നമ്മുടെ ഹീറോന്റെ വൈഫാണെങ്കിൽ നമുക്ക് ലാമിയാസിന്റെ ഡഞ്ചറിൽ കൊണ്ട് ഇവരാക്കിയാലോ? ഇതേ സമയം വില്ലേജിലേക്ക് പുതിയ കുറച്ച് ടീംസും കൂടി അവിടേക്ക് വരുന്നു. ഇവരെല്ലാം ആ കാട്ടിൽ ജീവിക്കുന്നവരാണ്. ഇവരെ കൂട്ടിക്കൊണ്ടുവരുന്നതാണെങ്കിൽ ആ കാട്ടിലെ സ്പിരിറ്റും കൂടിയാണ്. ഇവർക്കിനി ഏത് സ്ഥലം കൊടുക്കുക? കൂടെ ഇവരെന്താ ഈ മരക്കഷ്ണം പിടിച്ചുകൊണ്ട് വരുന്നത്? ഇതെല്ലാം കണ്ട ഹീറോ ആണെങ്കിൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്നാൽ അവരാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. ആകെ സംസാരിക്കുന്നത് ആ മരക്കഷ്ണമാണ്. ഞങ്ങളെ ഇവിടെ താമസിക്കാൻ സമ്മതിച്ചതിൽ വളരെയധികം നന്ദിയുണ്ട്. ഈ സ്പിരിറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇവർ കാട്ടിനുള്ളിൽ മരങ്ങളായിട്ട് മാറിക്കൊണ്ടാണ് ജീവിക്കുന്നത്. ഇവർക്ക് മനുഷ്യന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നെങ്കിൽ മൃഗങ്ങളുടെ അടുത്തുനിന്ന് രക്ഷപ്പെടാനേ കഴിയില്ല. കാരണം മൃഗങ്ങൾ മരത്തിനെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇവർക്കും ആ ഡാമേജ് വരും. ഇവരിങ്ങനെ വരാൻ പ്രധാനപ്പെട്ട കാരണം ആ കാട്ടുതീയിലൂടെ മരങ്ങളെല്ലാം നശിച്ചു പോയതാണ്. ഇതിന് കാരണം മനുഷ്യരാണ്. മൃഗങ്ങളെ വേട്ടയാടാൻ വേണ്ടി അവർ മരങ്ങളെ കത്തിച്ചിരുന്നു. അതുകൊണ്ടാണ് അവരും ഇങ്ങനെ ഇവിടെ എത്തിയത്. ഇതെല്ലാം കണ്ട ഹീറോ ആണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ഇവിടെ തന്നെ താമസിച്ചോളൂ എന്ന് പറയുന്നു. അവരാണെങ്കിൽ വീടൊന്നും വേണ്ട, ഞങ്ങൾ ഓപ്പൺ പ്ലേസിലാണ് താമസിക്കാൻ തന്നെ. ആ ഫാമിംഗ് ഫീൽഡിലാണ് അവർ പോയി താമസിക്കുന്നത്. അതിന് കാരണം ഇവർ സ്പിരിറ്റ് ആയതുകൊണ്ട് ഇവർക്ക് നല്ല വളക്കൂറുള്ള മണ്ണും നല്ല വെയിലും നല്ല വെള്ളവും മാത്രം മതി. ഇത് മാത്രം കിട്ടിയാൽ അവർ എത്ര കാലം വേണമെങ്കിലും ജീവിച്ചിരിക്കും. ഇതെല്ലാം കേട്ട ഹീറോ ആണെങ്കിൽ നിങ്ങളെന്തിനാ അങ്ങനെ ഇരിക്കുന്നത്? ഞങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് വീട് കെട്ടിയിട്ടുണ്ട്. നല്ല വീടാണ്, നല്ല വെളിച്ചവും നല്ല വെള്ളമൊക്കെ കിട്ടും. എന്നാൽ ഞങ്ങൾക്ക് അതൊന്നും വേണ്ട. ഞങ്ങൾക്ക് പുറത്ത് താമസിച്ചാൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ. പിന്നെ ഹീറോ ഒന്നും നോക്കിയില്ല. ഹോഴ്സ്മാൻസിലെ പിള്ളേരെയെല്ലാം ആ വീട്ടിൽ കൊണ്ട് താമസിച്ചു. മിന്റോസിന് അവരുടെ ഹോഴ്സ്മാനെ നേരെ പശുക്കളുള്ളടുത്ത് അവിടെയും കൊണ്ട് താമസിപ്പിച്ചു. ഇതിനുശേഷം ഹീറോ ആണെങ്കിൽ ഇവിടെ തന്നെ ആൾക്കാർ കൂടുതലായി. പുതിയ വില്ലേജ് നമുക്ക് വേഗം തന്നെ പണി തുടങ്ങണം. അത്രയും നേരം വിഷമിച്ചുകൊണ്ടിരുന്ന ഹൈ എൽഫ് ആണെങ്കിൽ ഹൈ എനർജിയോടെ അവിടെ നിന്ന് എനിക്ക് ചാടി എണീറ്റു. ഈ മിനിറ്റോസിനും ഈ ഹാഫ് കോഴ്സിനും നമ്മൾ വലിയ വീടുകൾ ഇനി കെട്ടാൻ പോകുന്നത്. അതിനുശേഷം ഈ ഹാഫ് കോഴ്സിലെ ലീഡർ ഇവളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് കുറെ അതില്ല ഇതില്ല അങ്ങനെ കുറെ കുറ്റങ്ങൾ പറയാൻ തുടങ്ങി. അപ്പോൾ ഇവളാണെങ്കിൽ നീ എന്താ ചെയ്യുന്നത് ആദ്യം മനസ്സിലാക്ക്. ഇവിടെയുള്ള മേയറിനെ ആദ്യം മനസ്സിലാക്കി ആൾക്ക് വേണ്ട റെസ്പെക്റ്റ് എല്ലാം കൊടുക്കും. നിന്നെ കൊണ്ടുവന്നൊരു മനുഷ്യൻ വരും, അദ്ദേഹം വരെ മേയറിന്റെ ഫ്രണ്ടാണ്. അതുകൊണ്ട് നോക്കിയും കണ്ടൊക്കെ നടക്കും. ഇത് കേട്ടത് ക്ഷമിക്കണം, ഞാനിങ്ങനെയൊന്നും ഇനി പറയില്ല. അതിനുശേഷം അവൾ നേരെ ഹീറോന്റെ അടുത്ത് വന്നു. എന്നോട് ക്ഷമിക്കണം. ഹീറോ ആണെങ്കിൽ ഇതൊക്കെ കണ്ട് ഇവിടെ എന്താ നടക്കണമെന്ന് അറിയാതെ ആകെ കിളി പോയിരിക്കാൻ. ഇതൊന്നും വേണ്ട, നീ എനിക്ക്. അതോടെ ഈ എപ്പിസോഡ് ഇവിടെ കഴിയുന്നു. ഇതൊരു ഓൺ ഗോയിങ് എപ്പിസോഡായതുകൊണ്ട് വീക്കിലി ഒരു എപ്പിസോഡാണ് റിലീസാവും. ഓക്കെ, ബൈ ബൈ.